ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇനി നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹൈദരാബാദി സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്. നല്ല ഗ്രേവിയോട് കൂടിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അതിന് ആദ്യം ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിലേക്കൊരു പാനോ ചീനച്ചട്ടിയോ വെച്ച് ഒരു 15 വറ്റൽമുളക്, 10-15 വറ്റൽമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാകും. ഞെട്ട് കളഞ്ഞിട്ടിടുകയോ അതിന് ശേഷം എടുക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി, 1-2 തക്കാളി കഷ്ണങ്ങളാക്കി അതിലിട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. അതും ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല മണം വരുന്നുണ്ട്, ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതും കൂടെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതാ ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഈ പരുവം മതി നമുക്ക്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, തക്കാളിയും വറ്റൽമുളകും കൂടെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ആ സവാളയിൽ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇവിടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിട്ട് കൊടുക്കുക. അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ആ സവാളയിലൊന്ന് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ അരപ്പൊക്കെ അതിൽ പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൽ കിടന്നൊന്ന് അരപ്പൊന്ന് പിടിക്കട്ടെ. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നാടൻ മസാലപ്പൊടിയാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും വളരെ ടേസ്റ്റ്. ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി മൂടി കൊണ്ട് അടച്ച് വെച്ചേക്കാം. നന്നായിട്ട് വേവട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറി ആയി വരുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല രുചിയാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. താങ്ക് യു.